അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസ് ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു വണ്ടിയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നമ്മൾ WL ടോയ്സിൻ്റെ A979 എന്ന് പറഞ്ഞിട്ടുള്ള 1/18 സ്കെയിൽ ഒരു ചെറിയൊരു മോൺസ്റ്റർ ട്രക്കാണ്. ബ്രഷ്ഡ് മോട്ടറും കാര്യങ്ങളൊക്കെയാണ്. 1/18 സ്കെയിലാണ്. മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു 390 സൈസ് മോട്ടറാണ്. നമ്മുടെ നേരത്തെ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രിഫ്റ്റ് ട്രക്കിലുള്ള ഓൾമോസ്റ്റ് സെയിം മോട്ടർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇതിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പാർട്സ് അവൈലബിൾ ആണ്. എന്നാലും കാര്യം അവരിറക്കുന്ന ഇപ്പോൾ ഇറക്കിയ പുതിയൊരു മോഡലാണ് 1/18 സ്കെയിൽ. ബ്രഷ്ലെസ് ആണത്. അതിലും ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം പാർട്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പാർട്സ് അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അത്യാവശ്യം വൈഡ്ലി നോൺ ആയിട്ടുള്ള ബ്രാൻഡാണ് WL ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ അവർ തന്നെ 1/18 സ്കെയിൽ ട്രക്കാണ്. ഇത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ്. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടുതൽ ഡിലേ എടുപ്പിക്കുന്നില്ല. നമുക്കപ്പോൾ ഇതെന്തായാലും അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ WL ടോയ്സിൻ്റെ A979 ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/18 സ്കെയിൽ വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് 4-wheel ഡ്രൈവ് ആണ് ഒബ്വിയസ്ലി. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊപ്പം വരുന്നത് ലിഥിയം പോളിമർ ബാറ്ററിയാണ്. നേരത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലിൻ്റെ ഒപ്പം വന്നിരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ലിഥിയം അയൺ ആണ്. ചില മോഡൽസിൻ്റെ ഒപ്പം ലിഥിയം പോളിമേഴ്സ് വരാറുണ്ട്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടികളിൽ മിക്കവാറും ലിഥിയം അയൺ ആണ് വരാറുള്ളത് സാധാരണ. ലിഥിയം പോളിമർ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി പഞ്ച് ഉണ്ടാവും ലിഥിയം അയണിനേക്കാളും. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ബാക്കി വണ്ടികൾ ആ സെയിം ലൈനപ്പിൽ വരുന്ന വണ്ടികളാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു ആമസോണിലൊക്കെ. ഈ വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ഇപ്പോഴും. കാര്യം ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് വണ്ടി. പക്ഷേ ആ 1/18 സ്കെയിലിൽ ഇത് അത്യാവശ്യം ഒരു നല്ലൊരു വണ്ടി തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് പല വേരിയൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കുള്ളത് ഇപ്പോൾ A979 B വേരിയൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വേരിയൻ്റ് ഉള്ളതിലും ബ്രഷ്ഡ് മോട്ടറിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ വരുന്നത് 390 മോട്ടറാണ്. ഇതിൻ്റെ ഹയർ വേരിയൻ്റ് ഉണ്ട് A979 മാത്രമുള്ളത്. അതിനകത്ത് വരുന്നത് 540 സൈസ് മോട്ടറാണ്. അപ്പോൾ മോട്ടർ വ്യത്യാസം വരുമ്പോൾ അത്രയും പെർഫോമൻസിലും കൂടുതൽ വ്യത്യാസം വരും. അതിന് റേറ്റും ഇത്തിരി കൂടുതലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത്തിരി കൂടെ ഒരു മീഡിയം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സാധനമാണ്. റിമോട്ട് കൺട്രോളൊക്കെ സിമിലർ തന്നെയാണ്. ഇത് പഴയ മോഡലാണ് റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ വരുന്ന റിമോട്ട് ഒരു വലിയ സുഖമില്ല, കാണാൻ തന്നെ ഒരു സുഖമില്ല, ഭയങ്കര ബൾക്കിയാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റിമോട്ടാണ്. ഇപ്പോൾ WL ടോയ്സിന് ഇപ്പോൾ വരുന്ന റിമോട്ടുകളെല്ലാം തന്നെ ഇത്തിരി ഒരു ഇതുപോലെയൊന്നും അല്ല. ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരുമാതിരി മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് മൊബൈൽ ഹോൾഡർ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും മൊബൈൽ ഹോൾഡർ അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. നമ്മുടെ അവരുടെ വണ്ടികളിൽ മൊബൈൽ ഹോൾഡറിൻ്റെ ആവശ്യമില്ല. ഫോൺ വെച്ചിട്ടൊരു കണക്ടിവിറ്റി കാര്യങ്ങളും ഇല്ല. പക്ഷെ എന്തിനാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. അത് പഠിച്ചിട്ട് മാത്രമേ അറിയുള്ളൂ. പിന്നെ അവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറക്കാം. സാധനത്തിനായിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, നീല കളറാണ് വരുന്നത്. ഈ ഒരു മോഡൽ നീല കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ഹയർ വേരിയൻ്റാണ് വേറെ കളറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4-wheel ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഗിയർ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് മെറ്റലൊക്കെ തന്നെ വരുന്നത്. ഒരുവിധപ്പെട്ട അത് കഴിഞ്ഞിട്ടുള്ള കുറേ പാർട്സുകൾ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 60% എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കും ബാക്കി വരുന്ന ഗിയർ കാര്യങ്ങളൊക്കെ മെറ്റലായിട്ടാണ് വരുന്നത് ഇതിൻ്റെ അകത്ത്. നമുക്കപ്പോൾ ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്കിവിടെ ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ ഇതുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജറുണ്ട്. ഇവരുടെ ചാർജർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചാർജറാണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് റിമോട്ട് വരും. റിമോട്ടാണ് പിന്നെ ഇതിനകത്തുള്ളത്. റിമോട്ട് എന്തായാലും നമുക്ക് അഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുള്ളത് വണ്ടീനെ പുറത്തേക്ക് എടുക്കണം. ബോക്സിന് ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട്. കാര്യം ചൈനയിൽ നിന്ന് ഷിപ്പ് ചെയ്ത് വന്നതിനിപ്പോൾ ചെറിയൊരു ഡാമേജും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് എന്തായാലും ആദ്യം നമുക്ക് വണ്ടീനെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് റിമോട്ടും പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ബോക്സ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് റിമോട്ടിലേക്ക് വരാം. റിമോട്ടിൻ്റെ അവിടെയും ഒരു സിപ്പ് ടൈറ്റ് ഒരു ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തുറക്കാം. അപ്പോൾ നമുക്ക് റിമോട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിമോട്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഒരു ഇത്തിരി ബൾക്കിയാണ് ഈ റിമോട്ടും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ WL ടോയ്സിൻ്റെ നമ്മളൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ മോഡലാണ്. ഇതിൻ്റെ റിമോട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സെയിം ഫങ്ഷനാലിറ്റിയാണ്. ബട്ട് കേട്ടോ സൈസ് അത്യാവശ്യം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് റിമോട്ടിൻ്റെ ഫങ്ഷൻസിലേക്ക് തന്നെ വരാം. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ട്, ആൻറ്റീന ഉണ്ട്, വർക്കിംഗ് ആയിട്ടുള്ള ആൻറ്റീന ഉണ്ടോ, ഫേക്ക് അല്ല. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആൻറ്റീന ഇത് വരുന്നത്. നമുക്ക് നിവർത്തിയിട്ട് ഇതാക്കിയാൽ ഒരു ഇത്തിരി കൂടെ റേഞ്ച് കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ത്രോട്ടിലുള്ളത് ഇവിടെയാണ്. ത്രോട്ടിൽ കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ ഇവിടെ ആയിട്ടാണ്. ഇത് ഇവിടെ ഓൺ ഓഫ് ബട്ടൺ എങ്ങനെയാണ്, പുഷ് ബട്ടണാണ്. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും, ഓഫ് ആവും. ഇവിടെ തന്നെ നമുക്കൊരു LED ലൈറ്റും ഉണ്ട്. ത്രോട്ടിൽ ട്രിമ്മും കാര്യങ്ങളെല്ലാം നമുക്ക് നോബല്ല, ബട്ടൺസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ പറ്റും. ഇത് സ്റ്റിയറിംഗ് ട്രിമ്മാണ്, ഇത് ത്രോട്ടിൽ ട്രിമ്മാണ്. ത്രോട്ടിൽ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, കുറക്കാം. സ്റ്റിയറിംഗ് ട്രിമ്മ് ലെഫ്റ്റ് റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിനകത്തുള്ള റിമോട്ട് കൺട്രോൾ ഉള്ളത്. ബാക്കി പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തുറന്ന് കാണിക്കാം.
ഓക്കെ, നമുക്ക് ഇതിനകത്ത് വരുന്നത് നമ്മുടെ നോർമൽ ചാർജറാണ്. ലിഥിയം പോളിമർ ബാറ്ററീസൊക്കെ നമുക്ക് ഇതിൽ ഒരു വണ്ടിക്ക് ഉള്ളുന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെയിം വണ്ടിക്ക് വേണ്ടിയിട്ട് പല പല ബാറ്ററീസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചാർജേഴ്സ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററീസ് ലോഞ്ചിവിറ്റി കൂടും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വീൽ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് വലിയൊരു ഇൻസ്ട്രക്ഷൻ ബുക്ക്ലെറ്റാണ് വന്നിരിക്കുന്നത്. 1/18 സ്കെയിൽ വണ്ടിയുടെ പടമൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ചാർജിങ് എല്ലാം ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ കൂടെ പോകുന്നില്ല, ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് പണി മാളിയാണ് മാറ്റിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, എല്ലാം പറഞ്ഞിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലി വരുന്നത് ഇവിടെ തൊട്ടാണ്. ഇവിടെ നമുക്ക് എക്സ്പ്ലോറർ ഡയഗ്രം ഉണ്ട് വണ്ടിയുടെ, കണ്ടോ, എവിടേക്ക് എന്തൊക്കെ പാർട്സാണ് പോകുന്നതെന്നുള്ളത്. ഓക്കെ, ഫുള്ള് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഗിയർ അസംബ്ലിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്സിൻ്റെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അത് വരുന്ന ഷോക്ക് അബ്സറിനെ കുറിച്ച് ഞാൻ പറയാം എന്തായാലും. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുള്ളതാണ്. അത് എന്തായാലും ഈ വണ്ടികൾ ബഡ്ജറ്റ് ഓറിയൻറ്റിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടികളെല്ലാം ഒരു ഫിക്സഡ് ബഡ്ജറ്റ്, ഒരു 10 രൂപക്ക് താഴെ അല്ലെങ്കിൽ ഒരു 7-8 രൂപ റേഞ്ച്, 8-9 രൂപ റേഞ്ചിനൊക്കെ വരുമ്പോൾ മിക്കവാറും വരുന്ന വണ്ടികളെല്ലാം ഓയിൽ ഫീൽഡ് ആയിരിക്കില്ല. നമുക്ക് ഇതായിരിക്കും ഷോക്ക് എന്ന് പറഞ്ഞിട്ട്, ഫ്രിക്ഷൻ ഷോക്സ് എന്ന് പറയുന്നത്, അതായത് സ്പ്രിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് കണ്ടതിന് അറിയാൻ പറ്റും. ബൗൺസ് ചെയ്യും വണ്ടി, കാണിച്ചു തരാം. നമ്മളിപ്പോൾ കണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി തുറക്കാം. ഈ 4 ക്ലിപ്പ് ഊരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തുറന്നിട്ട് അകത്തുള്ള കമ്പോണൻസ് കാണാൻ വേണ്ടി പറ്റും. തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തുറക്കാം. കാര്യം ഈ സമയത്തൊന്നും ഇവർ ഈ LED ലൈറ്റിലിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വയറിംഗ് ഒന്നും വേറെ വന്നിട്ടില്ല. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോഡിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ 390 സൈസ് മോട്ടറാണ്. അതുപോലെ തന്നെ ഒരു ഹീറ്റ് സിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഈ വക ബ്രഷ്ഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റഫ് യൂസ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചൂടായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ഈ ഒരു ഏരിയയിൽ തൊടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2-in-1 ESC വരുന്നുണ്ട്. ESC റിസീവർ എല്ലാം ഇത് തന്നെയാണ്. ഓക്കെ, അത് വാട്ടർ പ്രൂഫൊന്നും അല്ല, നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെറിയ സ്പ്ലാഷ് ഒന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, എന്നാലും നമ്മൾ വെള്ളത്തിൽ കൂടെ ഓടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ സർവോ ആണ്, 5 വയർ സർവോ ആണ്. ഓക്കെ, അപ്പോൾ 5 വയർ സർവോ വരുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ആൻറ്റീന വരുന്നുണ്ട്, ഇതിൻ്റെ റിസീവറിൻ്റെ ആൻറ്റീന ഉണ്ട്. ഇത് ട്രാൻസ്മിറ്ററാണ്. ഓക്കെ, മറന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇവിടെ സിപ്റ്റായി വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ബാറ്ററി ഇങ്ങനെ അയച്ചെടുക്കാം. ഓക്കെ, ഇത് 1500 mAh ബാറ്ററി ആയിരിക്കും മിക്കവാറും. 1100 mAh ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെയാണ് ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഓൺ ഓഫ് ബട്ടണിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വണ്ടി എന്നുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവ് ആണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ഫോമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബമ്പർ ഉണ്ട്. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് 2 ഡിഫ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. നടുക്കൂടെ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് പോകുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, കണ്ടോ, ഒരു സിൽവർ കളർ പോകുന്നു, അതാണ് സംഭവം. ഓക്കെ, ഇതിനും സർവോ സേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ബൗൺസിനെസ് ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ സ്പീഡിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 35-40 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെയിറ്റ് കുറവായതുകൊണ്ട് എന്തായാലും അത് എത്തും. പിന്നെ മോട്ടോർ സൈസ് ചെറുതായതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ A9 7-9 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഔട്ട്ഡോർ റൺ ഞാൻ ചെയ്തില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോർ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പൊടി കാര്യങ്ങളൊക്കെ കയറും, വല്ല കല്ലാ മണ്ണൊക്കെ കയറും. അപ്പോൾ അത് നമ്മളെന്തായാലും അതിനുള്ള വകുപ്പ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട്ഡോർ അല്ല, ഇൻഡോർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസൊന്നും വരില്ല. നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ സ്റ്റിയറിംഗ് കണ്ടോ, സ്പീഡ് ഒരു ഓക്കെ സ്പീഡുണ്ട്. സോ ഭയങ്കര ഫാസ്റ്റ് ഒന്നും അറിയില്ല, ഒരു ഓക്കെ സ്പീഡാണ്. അതുപോലെ തന്നെ ത്രോട്ടിലും എന്തായാലും ഓടിച്ച് നോക്കാം. സ്പീഡ് മോഡും കാര്യങ്ങളും നമുക്ക് ബട്ടൺസ് ആയതുകൊണ്ട് എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രിമ്മൊക്കെ എന്തെങ്കിലും ചെയ്യാണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി പറ്റും. സൈഡിലേക്ക് ഒരു വലിവുണ്ട്, ആ സൈഡിലേക്കാണ് വീണ്ടും ഒരു വലിവ്. വണ്ടിക്ക് സ്പീഡുണ്ട് കേട്ടോ, സ്പീഡൊന്നും ഇല്ലയെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കാനുള്ള ഏരിയ നമുക്കില്ല, കൊടുക്കാനുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പവർ ഉണ്ടാവും വെച്ചിട്ട് അത്യാവശ്യം പവറുണ്ട്. ആ ഒരു സൈസിനുള്ള പവറുണ്ട്.
അതുപോലെ തന്നെ ബ്രഷ്ഡ് മോട്ടർ ആയതുകൊണ്ട് ടോർക്കിനൊട്ടും കുറവില്ല, ഡിലേ ഒന്നുമില്ല, ടോട്ടൽ റെസ്പോൺസ് ഒക്കെ കറക്റ്റാണ്. ഓടിക്കുമ്പോൾ തന്നെ വണ്ടി ചാടുന്നുണ്ട്, വീലൊന്നും ചെയ്യില്ല കേട്ടോ വണ്ടി. അത് കാര്യം എന്ന് വെച്ചാൽ അതിന് മാത്രമുള്ള പവർ ഇതിനില്ല, അത്ര പവർ വണ്ടിക്കില്ല, നമ്മൾ ഇതാക്കണ്ട. പക്ഷേ സ്പീഡുണ്ട് അത്യാവശ്യം. ഇതാണ് നമ്മൾ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പയർ ടോയ്സിൻ്റെ A979. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള തന്നെ വണ്ടിയാണ്. നമ്മുടെ 144W01 അത്രയും ഫേമസ് അല്ലെങ്കിൽ പോലും ഇത് അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആൾക്കാർ പുറത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടികളിലേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബിഗിനർ ഹോബി ഗ്രേഡ് നമുക്ക് ഈ വണ്ടികൾ പറയാൻ വേണ്ടി പറ്റും. കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സൊക്കെ മാറ്റിയിട്ട് നമ്മുടേതായ രീതിയിലുള്ള അപ്ഗ്രേഡ് മോട്ടറും ESC കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ സ്പെയർ പാർട്സും ഇതിലേക്ക് അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു ടോയ് ഗ്രേഡും ഹോബി ഗ്രേഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹോബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ ട്രാക്സസ് മാർമ അങ്ങനെയല്ല സംഭവം. ഹോബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരുന്നുണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ഹോബി ഗ്രേഡുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള നല്ല കമ്പനിയുടെ സാധനങ്ങൾ വരുന്നുണ്ട്. സൈസിനനുസരിച്ചാണ് പ്രൈസ് കൂടുന്നത്. പിന്നെ കമ്പനിയുടെ വിലയുണ്ട്. സാധനം നല്ല അടിപൊളി സംഭവമാണ്. അത്യാവശ്യം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ ഷോക്ക് ഇതായതുകൊണ്ട് സ്പ്രിങ് ഫ്രിക്ഷൻ ഷോക്ക് ആയതുകൊണ്ട് ആ ഒരു ബൗൺസിനെസ് ഉണ്ടാവും. അത് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ഒരു എല്ലാ വണ്ടികളിലും ബൗൺസിനെസ് ഉണ്ടാവും. കാര്യം റേറ്റ് കൂടുതൽ. നിങ്ങൾ പറയുന്ന 10 രൂപക്ക് താഴെ ബഡ്ജറ്റ് വരുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് ഓയിൽ ഫീൽഡ് ഷോപ്സ് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ കൂടുതൽ വരും. ഓൺലൈനിൽ അത്രയും റേറ്റ് വരില്ലായിരിക്കും പുറത്തുനിന്ന്, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കസ്റ്റം ഡ്യൂട്ടി കൊടുത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് വരും. അതുകൊണ്ടാണ് ബ്രഷ്ലെസ് വണ്ടികളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വന്നാലും ഒരു 10-ന് മേലെ തന്നെ വരും. 10-ന് താഴെ ബ്രഷ്ലെസ് വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പ്രൈസ് ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, പോയി ചെക്കൗട്ട് ചെയ്യാം. എങ്ങനെ പർച്ചേസ് ചെയ്യണം കാര്യങ്ങളെല്ലാം പറയാം. ഇത് ഒരു വണ്ടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പോയി നോക്കാം. ഇത് വണ്ടി സെയിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ സോൾഡ് എന്ന് പറഞ്ഞ് ഇടും, പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോ ചെയ്തത്. നമുക്കൊരു ടെസ്റ്റ് റണ്ണും അൺബോക്സിങ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വണ്ടീനെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോൾ ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് സ്പെയർ പാർട്സ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വേറൊരു ആർസി പ്രൊഡക്റ്റ് ആയിട്ട് വരാം. അതുവരത്തേക്ക് ബൈ.